ഉണ്ണിമായക്കറിയോ, മേലെടുത്തുനിന്നൊരു ബന്ധം വന്നപ്പോ പലരും എതിർത്തതാ. പിന്നെ അച്ഛന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഈ വിവാഹം നടന്നത്. ഈ എതിർപ്പിന്റെ കാരണം അറിയാനാണ് തന്നെ കാണാൻ ഞാൻ തീരുമാനിച്ചത്. കണ്ടപ്പോഴോ കേട്ടതും പറഞ്ഞതും എല്ലാം കാറ്റിൽ പറത്തി തന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. ഇതായിപ്പോ എന്റെ ഭാര്യയായി മുന്നിലിരിക്കുന്നു. ഡൽഹിക്ക് തിരിച്ചു പോകും മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. ഒരാളുടെ മുമ്പിൽ തന്നെ കൊണ്ട് എനിക്ക് പോണം. വേറെ ആരുമില്ല. എന്റെ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞ ആ ജോത്സ്യന്റെ അടുത്തേക്ക്. അത് വേണം. വേണം. പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് പട്ടണത്തില. ഒടുവിൽ ജോലി കിട്ടിയത് അങ്ങ് ഡൽഹിയിലും. അതുകൊണ്ട് തറവാട്ട് ചിട്ടകളൊന്നും എനിക്കറിയില്ല. ആചാരരീതികളും ചിട്ടകളും ഒക്കെ ആവാന്ന് കരുതി എന്തു പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല. ഉണ്ണിമായ പഠിച്ച ആളല്ലേ, കുറെയൊക്കെ പുരോഗമന ചിന്ത ഉള്ളിലുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. മോളെ, വന്നവരൊക്കെ പോയോ? ഒക്കെ പൊടി പിടിച്ച് കിടക്കുക. ഒരു പണിക്കാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വന്നാലായി, വന്നില്ല ചായി. ഇനി മോള് വേണം എല്ലാം നോക്കി നടത്താൻ. പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് കൃഷ്ണനുണ്ണിയും കൂട്ടി കാവിലൊന്ന് പോണം. തറവാട്ടിലെ ചിട്ടകളൊന്നും അവൻ അറിയില്ല. മോള് വേണം എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ. സന്ധ്യക്ക് കാവിൽ പോണം. ഇതൊക്കെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? നേര് പറഞ്ഞ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഉണ്ണിമായക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ആവാം. ഞാൻ തടസ്സം നിൽക്കില്ല. പിന്നെ എന്റെ കൂടെ ഡൽഹിക്ക് വരേണ്ടതാ. അവിടെ ഈ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ. പിണങ്ങിയോ? ഇന്നൊരു ദിവസം ഞാൻ ഇളവ് തരുന്നു. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. എന്താ? മോളെ, അയ്യോ അയ്യോ അയ്യോ, എന്താ ഉണ്ടായടോ? എന്റെ ഉണ്ണി ആ ദോഷം ഭരിച്ചിരിക്കുന്നു.
തിരുമേനി, എന്താ? അസത്യങ്ങൾ പറയുന്നത് പാപം, സത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അതിലേറെ പാപം. അതേടോ, കൃഷ്ണനുണ്ടിക്ക് ദോഷങ്ങളുണ്ടായിരുന്നു. ജാതകത്തിൽ ആവർത്തിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. കൃഷ്ണനുണ്ടിക്ക് വേളി പാടില്ലെന്ന് ജ്യോതിസൻ ആവർത്തിച്ച് പറഞ്ഞത് താനും കേട്ടതാണല്ലോ. എന്തു ചെയ്യാം, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ ഒരു വഴിയെ കാണുന്നുള്ളൂ. ഈ സത്യം അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്കും മാത്രം. മൂന്നാമതൊരാൾ അറിയരുത്. തന്റെ നാവിൽ നിന്ന് ആരെങ്കിലും ഇത് അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ, എന്നെ അറിയാമല്ലോ തനിക്ക്. പൊയ്ക്കോ. ആകെ ഏക്കർ 26. 3-4 ഏക്കറോളം പാടവും കുളമായിട്ട് വേറെയും, അതിൽ 10 ഏക്കർ ഹരിദാസനുള്ളതാണ്. ബാക്കി വരുന്ന 10 ഏക്കർ സ്ഥലവും പുരയിടവും മരിച്ച കൃഷ്ണുണ്ണിയുടെ പേരിലുള്ളതാ. അവരുടെ കാലശേഷം ബാക്കി ഈ 4 ഏക്കർ പാടവും പുരയിടവും എല്ലാം ഉണ്ണിമായ്ക്കാം. അളന്നു കഴിഞ്ഞു. ഉണ്ണിമായയുടെ പേരിലുള്ള പ്രമാണങ്ങളെല്ലാം എഴുതി തുടങ്ങിക്കോട്ടെ. എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സാവിത്രി ഈ നിലയിൽ കിടക്കുമ്പോ അവരുടെ നിർബന്ധം കൊണ്ടാ അളന്ന് തിട്ടപ്പെടുത്താന്ന് വച്ചത്. ഒറ്റ മകനല്ലേ കൃഷ്ണനുണ്ണി, അയാളുടെ വേളിയല്ലേ ഉണ്ണിമായ ഈ പറഞ്ഞ്. ഒക്കെ വിധി. വേളി കഴിഞ്ഞ അന്ന് എന്നെ മരിക്കാന്ന് വെച്ചാ അവരിപ്പോ എവിടെയുണ്ട്? ഇപ്പൊ ഏതോ സ്കൂളിലെ ടീച്ചറാത്രേ.